കുണ്ടറ കസ്റ്റഡി മർദ്ദന ആരോപണ കേസിൽ നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന്. സിയാദിന്റെ മരണത്തിന് കാരണം ശ്വാസകോശത്തിലുണ്ടായ ഗുരുതരമായ അണുബാധയെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങൾക്കിടയിലാണ് ശരീരത്തിൽ മരണകാരണമാകുന്ന തരത്തിലുള്ള ബാഹ്യ പരിക്കുകളൊന്നുമില്ലെന്ന് സ്ഥിരീകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 17-നാണ് വിദ്യാർത്ഥികളെ കാണാതായതുമായി ബന്ധപ്പെട്ട് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് ജീപ്പിനുള്ളിൽ വെച്ച് സിയാദിന് ക്രൂരമായ മർദ്ദനമേറ്റതായി ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച ശേഷം ചികിത്സയിലായിരുന്ന സിയാദ് ജൂലൈ 25-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണത്തിനു കീഴടങ്ങിയത്. കസ്റ്റഡിയിലെടുത്ത സിയാദിന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശ്വാസകോശത്തിലുണ്ടായ അണുബാധയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ശ്വാസകോശത്തിൽ മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മരണത്തിന് 2 ദിവസം മുൻപുള്ള ചെറിയ ചില പരിക്കുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. വലത് കൈത്തണ്ടയുടെ മുൻഭാഗത്തായി 3 സെന്റിമീറ്റർ നീളമുള്ള പോറലും ഇടത് കൈത്തണ്ടയുടെ മുട്ടിനോട് ചേർന്ന് 6 സെന്റിമീറ്റർ വലിപ്പമുള്ള ചതവുമാണ് സിയാദിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പരിക്കുകൾ ഒന്നും തന്നെ മരണത്തിന് കാരണമായവ അല്ലെന്നും ഡോക്ടർമാർ പറയുന്നു. സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാക്കി സമഗ്രമായ റിപ്പോർട്ട് റൂറൽ SP വഴി DGPക്ക് കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. കേസിന്റെ ഭാഗമായി ഇതുവരെ 20ഓളം പേരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തെളിവുകളും അന്വേഷണ സംഘം ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശ അണുബാധയാണ് മരണകാരണമെന്ന് വ്യക്തമാകുമ്പോഴും തങ്ങൾ നേരത്തെ ഉന്നയിച്ച കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുകയാണ് സിയാദിന്റെ കുടുംബം. കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്ന അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇനി നിർണായകമാകും. ന്യൂസ് മലയാളം, കൊല്ലം.